ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു ലിനോവോയുടെ ലാപ്ടോപ്പിന്റെ കീബോർഡ് ചേഞ്ച് ചെയ്യാനാണ് പോകുന്നത്. ഇതിന്റെ കീബോർഡ് കംപ്ലൈന്റ് ആയിപ്പോയി. അപ്പൊ നമുക്ക് ഇതിന്റെ കീബോർഡ് ഒന്ന് മാറണം. അപ്പൊ ഇത് വരുന്ന മോഡൽ നമ്പർ ലിനോവോ G560 എന്ന് പറഞ്ഞ മോഡലാണിത്. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പൊ കീബോർഡ് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സ്ക്രൂകളും ഒന്നും അഴിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇത് അഴിച്ചെടുക്കുക. ഈ പോർഷൻ നമുക്ക് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാറ്ററി ഇളക്കിയിട്ടുണ്ട് നമ്മള്. ഇത്രയും സ്ക്രൂ ആണ് നമുക്ക് ഇളക്കാനുള്ളത്. തിരിച്ചു വെച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഓപ്പണർ ഉപയോഗിച്ചിട്ട് ഈ സൈഡിൽ ഓപ്പൺ ചെയ്തെടുക്കണം. നിങ്ങൾ മാറുമ്പോൾ ഓപ്പണർ മേടിച്ച് ഓപ്പൺ ചെയ്തെടുക്കുക. ഇതാണ്. ഇനി നമുക്ക് ഇവിടെ ഈ ലോക്ക് ഉണ്ട്, ഈ ലോക്ക് കൂടെ ഇളക്കിയെടുക്കണം. ഈ സ്ട്രിപ്പ് നമുക്ക് ഇളക്കിയെടുക്കണം. അതിന്റെ സൈഡിൽ ഒരു ലോക്ക് ഉണ്ട്, അത് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് ആക്കാമെങ്കിൽ അത് ഫ്രണ്ടിലോട്ട് നമുക്ക് നീങ്ങി വരും. സൂക്ഷിച്ച് ചെയ്യണം അത്. ഓക്കെ, രണ്ട് സൈഡിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കീബോർഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. ഞാനിതിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മാറ്റി ഇടുന്നതിന് മുമ്പ് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഫുള്ള് ഡസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കീബോർഡ്. ഓക്കെ, നമുക്ക്
രണ്ട് സൈഡ് നമ്മൾ നല്ലപോലെ കറക്റ്റ് ലെവലിൽ ഇത് കയറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ക്ലിപ്പ് അടുപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്കിത് ക്ലിപ്പ് അടുത്തേക്കുന്ന ഇവിടെ ലെവലാണോ എന്ന് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇത് ലെവലായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഇനി നമ്മൾ ഈ താഴത്തെ സൈഡ് ഫസ്റ്റിലെ ഇടുന്നു. ഇട്ടിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് സ്ക്രൂ അടച്ചാൽ നമ്മുടെ കീബോർഡിന്റെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്ക്രൂവിനകത്ത് കൂട്ടത്തിൽ ചെറിയൊരു സ്ക്രൂ ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് ആ പോർഷനിൽ തന്നെ നമ്മൾ ഇടുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലാപ്ടോപ്പിന് ഒരു മെമ്മറിയും കൂടി അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഉപയോഗിച്ചിരുന്ന ഒരു 2 GB റാം ആണ്. ആ 2 GB റാമിന്റെ കൂടെ നമ്മളൊരു 4 GB റാം കൂടെ അപ്ഗ്രേഡ് ചെയ്ത് വിടുന്നുണ്ട്. ഇത് 2 സ്ലോട്ട് ഉള്ളതാണ്. നമ്മൾ ആ ഒരു 4 GB റാം കൂടെ ഇതിന് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററി ഇടാം. നമ്മുടെ കീബോർഡ് കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി സ്ക്രൂ ഇടാം. നമ്മൾ മെമ്മറി കൂടെ ഇട്ടിട്ടുണ്ട്. ലാപ്പ് നമ്മൾ ഓൺ ചെയ്തു. സിസ്റ്റം ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ സെർച്ച് ബാറിൽ നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. സെർച്ച് ബാറിൽ വരുന്നുണ്ട്, ലെറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. നമുക്കിത് ഉപയോഗിച്ചൊന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. കീബോർഡ് ഉപയോഗിച്ച് തന്നെ ഷട്ട് ഡൗൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കീബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്പേസിൽ നമ്മൾ പ്രോപ്പർട്ടീസ് എടുത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ റാം പുതിയത് വർക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇല്ല, റാം എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാളർ റാം 6 GB നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാം ഇട്ടതും നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് കവർ തിരിച്ച് സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.